എൻഡോസൾഫാൻ ദുരിതബാധിതർ സമരം തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞിട്ടും സംസ്ഥാന സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല. അവഗണന തുടർന്നാൽ കടുത്ത സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്നാണ് ദുരിതബാധിതർ പറയുന്നത്. വിവാദ ഉത്തരവ് പിൻവലിക്കുക, സർക്കാർ നീതി പാലിക്കുക, അന്തസ്സോടെ ജീവിക്കാൻ അതിനുവേണ്ടിയാണ് ഈ സമരം. കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിലെ സമരം 7 ദിവസം പിന്നിട്ടു. മരുന്നും ചികിത്സയും ലഭിക്കാൻ ഇനിയും എത്ര നാൾ പിന്നോട്ടില്ലെന്ന് തന്നെയാണ് ദുരിതബാധിതരുടെ പ്രഖ്യാപനം. സർക്കാർ ഇത് അംഗീകരിക്കുന്നില്ലെങ്കിൽ ഇവിടുത്തെ ദുരിതബാധിതരെ സംബന്ധിച്ചിടത്തോളം സഹനത്തിൻ്റെ ഭാഷ തന്നെയാണ് അവർ സ്വീകരിക്കുക. അത് കുറേ കൂടി കടുപ്പിച്ചുള്ള സഹനത്തിലേക്ക്, പ്രത്യേകിച്ച് അമ്മമാരുടെ അനിശ്ചിതകാല നിരാഹാര സമരം പോലെ ഉള്ളതിലേക്ക് അത് പോകും. ബജറ്റിൽ പ്രഖ്യാപിച്ച 17 കോടിയിൽ വലിയ പ്രതീക്ഷയില്ല. കഴിഞ്ഞ തവണയും പ്രഖ്യാപിച്ചിരുന്നു മറ്റൊരു 17 കോടി. എവിടെ ചെലവഴിച്ചുവെന്ന ചോദ്യത്തിന് സർക്കാരിന് ഉത്തരമുണ്ടോ? ഇതേ തുക കഴിഞ്ഞ വർഷവും മാറ്റിവെച്ചിരുന്നു. ഇപ്പോൾ 17 കോടി രൂപ മാറ്റിവെച്ചു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റും എന്ന് കരുതുന്നില്ല. കാരണം അവർക്ക് ഇപ്പം തന്നെ ചികിത്സ ലഭിക്കാതായിട്ടുണ്ട്, മാസങ്ങളോളമായി മരുന്ന് ലഭിക്കാത്തത്. അപ്പോൾ എന്ത് ചെയ്തു ഈ തുക എന്നും ഞങ്ങൾക്ക് അറിയില്ല. 1 വർഷത്തിലേറെയായി ചേരാത്ത എൻഡോസൾഫാൻ സെല്ലിയോഗം അവഗണനയുടെ പ്രതീകമാണ്. പ്രശ്നങ്ങൾ പറയാൻ തെരുവു മാത്രമാണ് ഇവർക്ക് അവശേഷിക്കുന്നിടം. 24 കാസർഗോഡ്.